സാംസ്കാരിക വകുപ്പും ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രം ചെമ്പഴന്തിയും സംയുക്തമായി കണ്ണൂരിൽ അയ്യങ്കാളി ജന്മദിനാഘോഷവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. KS അനിൽ നെയ്യാറ്റിൻകര ജയന്തി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ശ്രീ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടി ശ്രീ നാരായണ അന്താരാഷ്ട്ര പഠന കേന്ദ്രം ശ്രീ നാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു മഹാ സുദിനം കൂടിയാണ്. കേരളത്തിലും ഇന്ത്യയിലും ഗുരുക്കന്മാരിൽ അതീവ ശ്രേഷ്ഠനായിരുന്നു ശ്രീ നാരായണ ഗുരുദേവൻ. ഇന്ത്യയിലും കേരളത്തിലും വിദേശ രാജ്യങ്ങളിലെല്ലാം പര്യടനം നടത്തി പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും ലോക ചരിത്രത്തെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് ക്രിസ്തുവിന് മുൻപെന്നും ഒന്ന് ക്രിസ്തുവിന് ശേഷമെന്നും രണ്ടായി തരംതിരിക്കുന്നു. അതേ രീതിയിൽ നമ്മുടെ രാജ്യത്തെ ഗുരുദേവന് മുൻപെന്നും ഗുരുദേവന് ശേഷമെന്നും രണ്ടായി തരംതിരിക്കാവുന്ന അത്ര പരിവർത്തനം നടത്തിയ ഒരു പരിവർത്തന നായകനായിരുന്നു നാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ടുള്ളതാണ് ഈ സാംസ്കാരിക വകുപ്പിന്റെ ശ്രീ നാരായണ അന്താരാഷ്ട്ര പഠന കേന്ദ്രം. അതിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ നടക്കുന്നത്. വിശ്വ സാഹിത്യകാരനും രചയിതാവുമായ റൊമാൻ റോളണ്ട് ഒരിക്കൽ ഗുരുവിനെ പറ്റി കർമ്മനിരതനായ ജ്ഞാനി എന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ഒരു ദേശത്തിൻ്റെയോ ഒരു സംസ്ഥാനത്തിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ അല്ല, ഏക ലോകത്തെയാണ് ശ്രീ ഗുരുദേവൻ കരുതുന്നത്. ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ചെയർമാൻ രാംദാസ് കതിരൂർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. S. ശിശുപാലൻ, ബാബു പണ്ണേരി, V. മണികണ്ഠൻ, കുഞ്ഞമ്പു കല്യാശ്ശേരി, സഞ്ജന രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. രസതന്ത്രം എന്ന ലഹരി വിരുദ്ധ ഏകപാത്ര നാടകവും ഉദ്ഘാടന ചടങ്ങിനു ശേഷം വേദിയിൽ അരങ്ങേറി. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.